സർഗാത്മകതയുടെ ദൈവം. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി മുരളീകൃഷ്ണൻ. മുരളി ഓടക്കുഴലാണ്. ഓടക്കുഴലേന്തിയ കൃഷ്ണൻ സംഗീതത്തിന്റെ ഉത്ഭവം. നമ്മുടെ കാവ്യങ്ങളും ദൈവങ്ങളും എല്ലാം സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. കലയാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് മാറ്റുന്നത്. കരുണം, വീര്യം, ശൃംഗാരം, ബീഭത്സം, അത്ഭുതം, ഹാസം, ശാന്തം എന്ന് പറഞ്ഞ 9 രസങ്ങളുണ്ട്. രസരാജനായ ശൃംഗാരത്തിന് 16,000 ഭാവങ്ങളുണ്ടെന്ന് ഭരതമുനി പറയുന്നു. 16,000 ശൃംഗാരവും ബാക്കി 8 രസവും 16,008 രസങ്ങൾ ഭാര്യമായ ആളാണ് കൃഷ്ണൻ. ശ്രീകൃഷ്ണന് 16,008 ഭാര്യ ഉണ്ടെന്നെല്ലാം വിചാരിച്ചു പോയി പലരും. 16,008 രസങ്ങൾ ഇവന് വഴങ്ങും, അതാണ് ഭാര്യമാരായത്. ആ രസങ്ങളുടെ ലീലയാണ് രാസലീല. പുഷ്പങ്ങൾ കൊണ്ട് വനമാല ചേർത്തിട്ട് പുഷ്പങ്ങളുടെ സൗന്ദര്യം ആസ്വദിപ്പിച്ചില്ലേ? മനുഷ്യനല്ലേ പുഷ്പങ്ങൾ കൊണ്ട് മാല ഉണ്ടാക്കൂ? മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാളും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് എഴുതാൻ ഒരു ഷിബു ചക്രവർത്തിയും ചിട്ടപ്പെടുത്താൻ ഒരു ജെറി അമൽദേവും പാടാൻ ഒരു യേശുദാസും ഉണ്ടായിരുന്നില്ല. കയ്യെത്താ കണ്ണെത്താ ദൂരത്ത് കയ്യെത്തണം, അത്തം പത്താടുന്ന മുറ്റത്ത മുല്ലയെ കുറിച്ച് ആരും പാട്ട് പാടിയിരുന്നില്ല. നമ്മളാണ് സൗന്ദര്യത്തെ, ആ കൃഷ്ണന്റെ അവതാരം സൗന്ദര്യത്തെ. പ്രകൃതിയിൽ പുഴയെ മലിനമാക്കുന്നതിന് സമരം ചെയ്തത്. പരിസ്ഥിതി വീക്ഷണം. കേരളത്തിൽ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞില്ലേ? അത് തന്നെയല്ലേ അമ്പാടിയിൽ മഴ പെയ്യുന്നത്? ദേവേന്ദ്രന്റെ കരുത്തല്ല, ഗോവർദ്ധന പർവ്വതം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പർവ്വതത്തെ പൂജിക്കണമെന്ന് കൃഷ്ണൻ പറഞ്ഞില്ലേ? അതാണ് ആലോചിച്ചു. ഈ കഥകളിൽ നിന്നല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളണ്ടേ? അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ദാർശനികമായ അടിത്തറയിൽ നമ്മുടെ ദൈവവിശ്വാസത്തെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോവും. ഈ ഉപരിപ്ലവമായ അസത്തിനെ കണ്ട് സത്ത് മറന്നുപോകും. ഇതിൻ്റെ ഉള്ളിലൊരു സത്തുണ്ട്. ആ സത്ത് പോയാൽ ഇത് അസത്താ. തിക്കുറിശി സുകുമാരൻ നായരെ അറിയില്ലേ? നമ്മുടെ പഴയ നടൻ. അദ്ദേഹം വെറും നടനല്ല, അദ്ദേഹം സുന്ദരമായി പാട്ട് എഴുതും. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്. ഭർത്താവ് ഭാര്യയുടെ മുടിയെ വർണ്ണിച്ചുകൊണ്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റി തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. ഭാര്യയുടെ മുടിക്ക് ഹെയർ ഓയിൽ ഒന്നും പറ്റിയില്ലെങ്കിലും മുന്നുമണമൊന്നുമില്ല, നല്ല സുഗന്ധമുണ്ട് എന്ന് ഭർത്താവ് പറഞ്ഞപ്പോ അത് കേൾക്കുകയും വീണ്ടും പെണ്ണുങ്ങൾക്ക് പിന്നെ അവരെ അടിപൊളി ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഭർത്താവ് ആ ഭക്ഷണം ടേസ്റ്റോടെ തിന്നുമ്പോ നേരത്തെ വർണ്ണിച്ചൊരു സാധനം വെളിയുന്നായി മുടി. അതെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തെന്ന് പറയോ? ഈ മുടിക്ക് മൂല്യം വരുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു സത്തായ ജീവനോട് ചേർന്ന് നിൽക്കുമ്പോഴേ ഈ മുടിക്ക് വിലയുള്ളൂ. നഖം മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സൂക്ഷിച്ചു വെക്കുവോ? സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്താ. വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് ഇറക്കുന്ന പുണ്യജലമാണ്. പക്ഷെ അത് വായിൽ നിന്ന് പുറത്തു പോയാൽ അത് അസത്തായ തുപ്പലാണ്. ഈ സത്തുള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം വില. സത്തില്ലേ, വിലയില്ല, തീർന്നു. ആ സത്ത് പോയാൽ തീർന്നു. അതുകൊണ്ട് അത് തമിഴന്മാർക്കറിയാം. തമിഴന്മാരെന്ത് പറയും? മരിച്ചു പോയാൽ പറയൂ, അയ്യോ കടവുളേ സത്ത് പോയാച്ച് എന്ന് പറയും. സത്ത് പോയാച്ച്. അവർക്കറിയാം ഇത് സത്താണ്. നമ്മളത് മാറ്റി ചത്തുപോയി നാക്കി. അതാ പറ്റിയേ. ചത്തുപോയി നാക്കി, സത്തുപോയി. അതാ ഈ സത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യ ജീവിതം. അസത്തിൽ നിന്ന് ഒരു സത്തുണ്ട്. ആ സത്യത്തെ അന്വേഷിക്കൽ നമ്മുടെ ജോലി. ആ സത്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ശാസ്ത്രം. ഇന്ന് ശാസ്ത്രദിനം. ശാസ്ത്രം വികസിച്ചത് സത്യാന്വേഷണത്തിന്റെ. പക്ഷെ പിൽക്കാലത്ത് സത്യാന്വേഷിക്കാൻ പറഞ്ഞ ഭാരതത്തിന്റെ തത്വശാസ്ത്രം പിന്നെ ഇപ്പറഞ്ഞ സത്യം മതി, ഫുൾ സ്റ്റോപ്പ്. ഇനി പുതിയ സത്യമൊന്നുമില്ല. ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ രാജാവാണ്, അതാണ് സത്യം. അതിനപ്പുറം പറഞ്ഞില്ല. നക്ഷത്രങ്ങളുടെ ഭർത്താവാ പോലും ചന്ദ്രൻ. ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ 27 നക്ഷത്രത്തിൽ ചിത്രയാ പോലും. കാരണം ചന്ദ്രന്റെ അടുത്തായിരിക്കുക. ചിത്ര നക്ഷത്രമിന്ന് രാവിൽ ശീതാംശുവിനോടൊത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ, അതിൻ പൊരുൾ നിനക്കേതും അറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ചിത്രപാടിയ ചിത്ര നക്ഷത്രത്തിന്റെ പാട്ട് ഓർമ്മയില്ലേ? ഇപ്പോഴും അത് തന്നെ നമ്മളെ വാരി വെക്കുന്നതിൽ. ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ രാജാവാണ്. നക്ഷത്രത്തിന്റെ ഗ്രഹമാണ്, ഉപഗ്രഹമാണ്. ഗ്രഹമല്ല, ഉപഗ്രഹമാണെന്നുള്ള ആ അറിവിനെ നമ്മൾ അംഗീകരിച്ചില്ല, വികസിപ്പിച്ചില്ല. പ്രശ്നം. നമ്മൾ പുതുക്കണം, നമ്മുടെ അറിവിനെ പുതുക്കണം.
പുതുക്കാതെ പഴയതും കൊണ്ട് നടക്കരുത്. പഴയത് നല്ല മൂല്യമുണ്ട്, ആ മൂല്യം എടുക്കണം. ഇതിനാ സംസ്കാരം എന്ന് പറഞ്ഞാൽ. പഴയതിലും നല്ലതുണ്ട്, ഒരുപാട് വൃത്തികേടുണ്ട്. പുതിയതിലും നല്ലതുണ്ട്, ഒരുപാട് വൃത്തികേടുണ്ട്. ആ പഴയതിലുള്ള നന്മയെയും പുതിയതിലുള്ള നന്മയെയും കൂട്ടിച്ചേർക്കുമ്പോഴാണ് സംസ്കാരം എന്ന് പറയുക. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന എന്താ? പഴയതിലെ തിന്മ മുഴുവൻ ഒന്നിച്ചു വരിക, പുതിയതിലെ തിന്മയെ ഒത്തുകൂടുക. അതാണ് ഇന്ത്യയിലെ പശുവിനെ ക്രോസ് ബ്രീഡിങ് നടത്തിയിട്ട് സങ്കര പശുവിനെ ഉണ്ടാക്കി. ആദ്യം ബ്രിട്ടീഷ് പശുക്കൾക്ക് ഭയങ്കര പാലാ, പക്ഷെങ്കിൽ രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. ഇന്ത്യൻ പശുവിന് ഭയങ്കര രോഗപ്രതിരോധ ശേഷിയാ, പക്ഷെ പാല് തീരെ കുറവാ. ഇതിന് രണ്ട് ക്രോസ് ചെയ്തിട്ട് ആദ്യം പശുവിനെ ഉണ്ടാക്കി നോക്കുമ്പോ ഇന്ത്യൻ പശുവിന്റെ രോഗപ്രതിരോധ ശേഷിയും ബ്രിട്ടീഷ് പശുവിന്റെ പാലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോ ഇന്ത്യൻ പശുവിന്റെ പാലും ബ്രിട്ടീഷ് പശുവിന്റെ രോഗപ്രതിരോധ ശേഷിയായി പോയി. അതുപോലെയായി ഇപ്പൊ സംസ്കാരം. പഴയതിലെ തിന്മകളും പുതിയതിലെ തിന്മകളും ഐക്യമുന്നണിയാ. പഴയതിലെ നന്മകളും പുതിയതിലെ നന്മകളും കണ്ടാമുണ്ടെന്നില്ല. ഇതാണ് സംസ്കാരം തകരാൻ കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ആന്തരികമായ ദാർശനിക വെളിച്ചമാണ്. ഭ എന്നത് വാക്കിന് ശോഭ, പ്രകാശം എന്നാണ് അർത്ഥം. ഉള്ളിൽ പ്രകാശം എന്തുന്നവനെയാണ് ഭക്തൻ എന്ന് പറയുക. ആ പ്രകാശം എന്തിക്കൊണ്ട് അറിവിന്റെ പ്രകാശത്തിൽ സംഗീതം, നൃത്തം, ആദ്യം ഇതൊക്കെ സർഗാത്മകതയാണ്. ഈ സർഗാത്മകത ഇല്ലാതെ നമ്മുടെ വീടുകളിൽ ഇപ്പോ ഭക്ഷണം ഉണ്ടാക്കുന്ന ഹോട്ടലാണ്, കിടന്നുറങ്ങുന്ന ലോഡ്ജാണ്, വിസർജിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ക്ലോക്ക് റൂമാണ്. ഇതിനപ്പുറത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു കവിത ചൊല്ലും, ഒരു കഥ വായിക്കും, ഒരു പാട്ട് പാടും, ഒരു ഗൗരവകരമായ ചർച്ച നടത്തും. ഞാൻ 2-3 മാസം മുമ്പ് ഗൾഫിൽ ഒരു പരിപാടിക്ക് പോയി. അവിടെ പോയപ്പോ എല്ലാ രാജ്യക്കാരും ഒത്തുചേർന്നിരിക്കുമ്പോ ഞാൻ മുണ്ടെടുത്ത് നടന്നിട്ട് എല്ലാവരും എന്നെ തന്നെ തുറച്ചു നോക്കുന്നു. അവിടെ എല്ലാവരും പാൻറ്റെല്ലാം ഉടുക്കുക, ഞാൻ മുണ്ടെടുത്ത് നടന്നു. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അവര് സെൽഫിയെല്ലാം എടുത്തു. പക്ഷെ അവിടുത്തെ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് മുണ്ട് മാറ്റുമ്പോൾ ആകെ പ്രശ്നമായി. അവരെല്ലാം ഒന്ന് അയച്ചിട്ടിട്ട് ഡ്രസ്സിങ് എല്ലാം ഇട്ടിട്ട് ഈ സ്വിമ്മിങ് സ്യൂട്ടിലേ വരൂ. ഞാൻ ഈ കുളത്തിന്റെ കരക്ക് തന്നെ ഉടുക്കലും അയക്കലും ഒരേ സമയത്ത്. അതൊന്നും സാങ്കേതിക വിദ്യ അവർക്ക് അറിയില്ല. നമ്മൾ തോർത്ത് ചുറ്റിയിട്ട് മുണ്ട് ചുറ്റി വലിക്കുന്ന പരിപാടി അവർക്ക് അറിയില്ല. ഉടുക്കലും അയക്കലും ഒരേ സമയത്ത് നടത്തും മലയാളി. അവിടെ നിന്ന് ഒരു കാനഡക്കാരനെ പരിചയപ്പെട്ടു. മലയാളിയാന്ന് പറഞ്ഞപ്പോൾ അയാൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യു ആർ ഫ്രം ദി ലാൻഡ് ഓഫ് കഥകളി. കഥകളി കാണാൻ 5 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ച് കോട്ടക്കൽ കഥകളി യോഗത്തിന് എല്ലാ കൊല്ലം വരും അയാൾ. രണ്ടാമത് അയാൾ പറഞ്ഞു, മലയാളി വായനയ്ക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ചവരല്ലേ നിങ്ങൾ. ഞാൻ പെട്ടെന്ന്, അതെപ്പാ ലൈബ്രറി കൗൺസിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഓർമ്മ വന്നു, കർക്കിടക മാസം രാമായണ പാരായണം. നമ്മളെ സത്യം നമുക്കറിയാലോ. കർക്കിടക 31-ാം തീയതി ഈ ത്യജ്യാൽപരാമാർത്ഥം എന്ന് പറഞ്ഞ് പൂട്ടിയ പിന്നെ അടുത്ത 15 മാസം ഒന്നും വായിക്കില്ല. ഇതാണ് നമ്മുടെ മലയാളിയുടെ മഹത്വം. വായനയില്ല, വായിക്കുന്ന തീരെ വായനയില്ല എന്ന് ഞാൻ പറയുന്നില്ല, വായിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും കുടുംബനാഥന്മാരും വായിച്ചാൽ അതിന്റെ ഗുണം കുട്ടിയിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കൂല, ജോലി കിട്ടിയാൽ പിന്നെ പുസ്തകം വായിക്കൂല എന്ന് അലിഖിത നിയമമാണ് ഇവിടെ. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ അന്തരീക്ഷം പ്രകാശപൂർണമാക്കുക, അറിവിന്റെ ആഴങ്ങളിലേക്ക് പോവുക. നമ്മുടെ ദൈവങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ കലകൾ ഹൃദയത്തിന്റെ ആർദ്രതയാണ്. ആ കലയും സത്യം അന്വേഷിക്കുന്ന ശാസ്ത്രവും നന്മ ചെയ്യുവാനുള്ള ശിവവും സൗന്ദര്യബോധവും ചേരുമ്പോഴാണ് നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയാവുന്നത്. അതാണ് പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ഇത് 3ന്റെ അടിത്തറയിൽ വേണം നിങ്ങളുടെ ഭക്തി പടുത്തുയർത്താൻ. അത്തരത്തിൽ നിങ്ങൾ സംസ്കാരത്തിന്റെ ലോകത്തിലേക്ക് ഉത്സവവും പ്രാർത്ഥനകളും മഹോത്സവങ്ങളും വളരുമ്പോ അതിനാനുപാതികമായി ഇവിടെ വെളിച്ചവും വളരണം. ഈ വെളിച്ചമാണ് പ്രധാനം. അമ്പലത്തിൽ തൊഴുതാൽ ആ വെളിച്ചം ഏറ്റുവാങ്ങാനാണ് തൊഴുന്നത്. ഹൃദയത്തിൽ മാത്രം പോരാ വെളിച്ചം, ചിന്തയിലും വേണം. അതാ ഇവിടുത്തെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. മേലേക്കാവിലും താഴേക്കാവിലുള്ള വെളിച്ചം. പ്രസാദം വാങ്ങുന്നു. ആ പ്രസാദത്തിൽ തീർത്ഥക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം ചേർത്ത് ചാലിച്ചാ പോരാ. അതിൽ ചാലിക്കേണ്ട എന്താണ്? 60 കൊല്ലായിട്ട് യേശുദാസ് നമുക്ക് പാടിത്തരുന്നുണ്ട്. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പാട്ടിൽ നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. നെഞ്ചിലെ വെളിച്ചം, നമ്മുടെ ഉള്ളിലുള്ള നന്മയെ ഈ പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ എന്റെ ചിന്തകളിൽ വെണ്മയാണ്.
ഹൃദയത്തിൽ തൊട്ടാൽ എൻ്റെ ഹൃദയ വികാരങ്ങളിൽ വെണ്മയാണ്, കണ്ഠത്തിൽ തൊട്ടാൽ എൻ്റെ വാക്കുകളിൽ വെണ്മയാണ്, ബാക്കിയുള്ള രണ്ട് കൈക്കും വെച്ചിട്ട് ഇവിടെയും തൊട്ടാൽ എൻ്റെ കർമ്മങ്ങളിൽ വെണ്മയാണ്. മനസാ വാച കർമ്മണ ഞാൻ ശുദ്ധരാണ്. അപ്പോഴാണ് നിങ്ങൾ ഭക്തനാകുന്നത്. അത്തരത്തിൽ ഭക്തനായി മാറുമ്പോൾ നമ്മുടെ സംസ്കാരം വളർന്നു വരും. അത്തരത്തിൽ വളർന്നു വരാൻ പറ്റുന്ന വിധത്തിൽ ഈശ്വര വിശ്വാസവും ഉത്സവവുമെല്ലാം വിദ്വേഷമുണ്ടാകാനോ വെറുപ്പുണ്ടാകാനോ അല്ല, സ്നേഹിക്കാനാണ്. ആ സ്നേഹമാണ് ദൈവം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്ക നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഉള്ളൂരസ് പരമേശ്വരിയുടെ ആ വിശ്വപ്രേമമാണ് ദൈവം. ആ ദൈവത്തിലേക്ക് അടുക്കാൻ, പ്രേമത്തിലേക്ക് അടുക്കാൻ, പ്രേമം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിലുള്ള തരികിട പരിപാടി ബെസ്റ്റി അല്ല കേട്ടാ. അവസാനം ഓള് വേറെ ആളി നോക്കിപ്പോയാൽ കത്തിയെടുത്ത് കുത്തുന്നതല്ല പ്രേമം കേട്ടോ. ആത്മാക്കളുടെ പ്രേമം. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ആത്മസൗന്ദര്യത്തെ പ്രണയിക്കുന്ന, എല്ലാറ്റിലും എൻ്റെ ഉള്ളിലുള്ളതും എല്ലാറ്റിലുള്ളതും ഒറ്റയൊന്നാണെന്ന അദ്വൈത ഭാവത്തോടെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളല്ലാതെ. ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ കുട്ടിയുടെ എത്ര മനോഹരമായ പാട്ടാണ്. ജാതി ഭേദങ്ങളില്ലാത്ത ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ തോന്നിക്കണമേ എന്ന ചിന്തയുണ്ടാക്കിക്കൊണ്ട് തളിപ്പറമ്പ് സ്നേഹപ്പറമ്പാക്കി മാറ്റിയെടുക്കാൻ ഈ ഉത്സവം കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇത്ര നേരം എന്നെ കേട്ടതിനും നിങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വന്നിട്ട് ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ എന്നെ കേട്ടിട്ട് ഇവിടെ ഇരുന്നതിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്തോഷ് കീഴാറ്റൂരിനോട് വലിയ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.